ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അങ്ങനെ ഇറാൻ ഇസ്രായേൽ സീസ് ഫയറിന് ശേഷം ഇന്ത്യ മാർക്കറ്റ് ഇന്ന് 200 പോയിന്റ് നിഫ്റ്റിയും 700 പോയിന്റിൻ്റെയും റാലിയിൽ സെൻസെക്സും ക്ലോസ് ചെയ്തു. ഇന്നത്തെ പ്രത്യേകത നിഫ്റ്റിയുടെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയാണ് ഇന്നത്തെ ലോ. അല്ലാതെ ഇന്നലത്തെ മാർക്കറ്റ് പോലെ സിക്സാക്ക് പോയിട്ടില്ല. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം, ഒരേ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇന്നത്തെ ആ ഒരു ലോ ഓപ്പണിംഗ് റേഞ്ച് ആദ്യത്തെ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ വീണ്ടും ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പതിയെ മുന്നോട്ട് കൊണ്ടുപോയി 200 പോയിന്റിൻ്റെ ഒരു റാലി. ഇന്നലത്തെ ക്ലോസിംഗ് കാണാം, ഗ്യാപ്പ് അപ്പ്, ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഒന്നും തന്നെ ഇല്ലാതെ നിഫ്റ്റി 25,238 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 700 പോയിന്റിൻ്റെ റാലി രേഖപ്പെടുത്തി. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു US മാർക്കറ്റ്, എസ്പെഷ്യലി നാസ്ഡാക്ക് ടെക്നോളജി ഇൻഡെക്സ് പോസിറ്റീവായി റിയാക്ട് ചെയ്തു. അത് തന്നെ ഇന്നും നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടു. ഇൻഫോസിസും വിപ്രോ ഉൾപ്പെടെയുള്ള IT കമ്പനീസ് റാലി രേഖപ്പെടുത്തി. കൂടാതെ തന്നെ JSW സ്റ്റീൽ സെക്ടറിൽ നിന്നും ടൈറ്റാൻ റാലി രേഖപ്പെടുത്തി. കൂടാതെ തന്നെ M&M ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നും റാലി രേഖപ്പെടുത്തി. ഡിഫൻസ് സ്റ്റോക്കായിട്ടുള്ള ഭാരത് ഇലക്ട്രോണിക്സ് അതിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഒട്ടുമിക്ക എല്ലാ ഡിഫൻസ് സ്റ്റോക്കുകളിലും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിരുന്നു. ഈവൻ ഗോൾഡിലടക്കം പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിരുന്നു. അതും ഡിഫൻസ് സ്റ്റോക്കുകളിൽ കണ്ടിട്ടുണ്ട്. കൂടാതെ ഐഡിയ ഡെപ്റ്റ് റീസ്ട്രക്ചറിങ് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റാലിയിലാണ് ഐഡിയ. ഇന്നും ഏകദേശം ഒരു 5% റാലി ഐഡിയക്ക് ലഭിച്ചിട്ടുണ്ട്. നേരെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് പരിശോധിക്കാം. ഏറ്റവും താഴെ കാണാം, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും ആ ഒരു ബുള്ളിഷ്നെസ് ഇല്ല. ഇന്ത്യ വിക്സ് കാണാം 5% ക്രാഷ്. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റ്. ജപ്പാൻ, കൊറിയ, ചൈന, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവ്. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ തിരികെ എത്തി. 1,07,118 എന്ന നിലയിലാണ് ബിറ്റ്കോയിൻ്റെ നിൽപ്പ്. ഇനിയിപ്പോൾ ട്രംപിൻ്റെ ഊഴാണ് അടുത്തത്. ട്രംപ് താരിഫിനെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളിൽ ഇപ്പോൾ വലിയ പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് യാതൊരു പ്രസ്താവനകളൊന്നും നടത്തുന്നില്ല. കാരണം അതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള യുദ്ധം ഒരു സൈഡിലുള്ളത് കൊണ്ട്, യുദ്ധത്തിനോടൊപ്പം തന്നെ പറഞ്ഞ താരിഫിനൊരു ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ടാകാം. അതുമാത്രമല്ല, താരിഫിൻ്റെ ഡെഡ് ലൈൻ അടുത്തു. ഇന്ന് ഇന്ത്യയായിട്ടുള്ള ഡീലിങ് വരണം. UK അങ്ങനെയുള്ള മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ ഡീറ്റെയിൽസ് വരാനുണ്ട്. ഈവൻ അതും ഒരു തവണ മാർക്കറ്റിൽ ഫോളായി, റാലി രേഖപ്പെടുത്തി, പിന്നെ റെസ്ട്രിക്ഷൻ കൊടുത്തു, പിന്നെ ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ താരിഫിൻ്റെ ഭാഗത്തും നിന്ന് നമ്മൾ മാർക്കറ്റ് കണ്ടിട്ടുള്ളതാണ്. എനിവേ, ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ ഈ ഒരു കലണ്ടർ ഇയറിൽ തുടങ്ങിയ സമയം മുതൽ നിക്ഷേപകർക്കും ട്രേഡേഴ്സിനും വളരെയധികം ക്രൂഷ്യലായിട്ടുള്ളൊരു മാർക്കറ്റായിട്ടാണ് ഇതുവരെ വന്നിട്ടുള്ളത്. കൂടാതെ തന്നെ എക്സ്പയറീസ് എല്ലാം തന്നെ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ വളരെയധികം കോഷ്യസ് ആവുക. കാരണം എല്ലാ ആളുകളും നിഫ്റ്റിയിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റി വലിയ വോളറ്റിലിറ്റി ഉള്ളൊരു ഇൻഡെക്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. സ്റ്റോക്കുകളുടെ വാർത്തകളിലൊക്കെ നമുക്ക് പോകാം. ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ മാത്രമാണ്. KNR കൺസ്ട്രക്ഷൻ കമ്പനി 4,800 കോടി രൂപയുടെ ഒരു ഓർഡർ അവർക്ക് ലഭിച്ചതായിട്ടുള്ള ന്യൂസ്. റിലയൻസ് ഇൻഫ്ര കമ്പനി ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ജർമ്മനിയിൽ നിന്ന് അവർക്ക് ഒരു എക്സ്പോർട്ട് ഓർഡർ ലഭിച്ചു. അദാനി എനർജി കമ്പനി മേഘ എഞ്ചിനീയറിംഗ് കമ്പനീനെ അക്യൂർ ചെയ്തു. MCX മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് കമ്പനിയാണ് MCX. UBC എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി MCXനെ അപ്ഗ്രേഡ് ചെയ്തു. MCX നമുക്ക് കമ്മോഡിറ്റി ട്രേഡ് ചെയ്യാനായിട്ട് എലിജിബിൾ ആക്കുന്ന ഇന്ത്യയിലെ ഏക കമ്മോഡിറ്റി എക്സ്ചേഞ്ചാണ് MCX. ഇന്ത്യ മാർട്ട് കമ്പനി നുവാമ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഇന്ത്യ മാർട്ടിനെ അപ്ഗ്രേഡ് ചെയ്തു. ഹിൻഡാൽകോ കമ്പനി അലൂമിനിയം മാനുഫാക്ചറിങ് കമ്പനിയായിട്ടുള്ള അലൂക്കം എന്ന് പറഞ്ഞ കമ്പനീനെ $125 മില്യൺ അക്യൂർ ചെയ്തു. HCL ടെക് IT കമ്പനിയാണ്. HCL ടെക് പുതിയ AI ക്ലൗഡ് സൊല്യൂഷന് വേണ്ടിയിട്ട് US ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനീനെ അക്യൂർ ചെയ്തു. DLF കമ്പനി 11,000 കോടി രൂപയുടെ പ്രൊജക്റ്റ് ഗുരുഗ്രാമിൽ അവർ ചെയ്യാനായിട്ട് ധാരണയായി. എക്സോം ടെലികോം കമ്പനി ഇവർ റാലി ഉണ്ടായിരുന്നു. ഇവർ 260 കോടി രൂപയുടെ റൈറ്റ് ഇഷ്യൂ ചെയ്യുകയാണ്. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് വില കുറച്ച് കമ്പനി കൊടുക്കുന്നതാണ് റൈറ്റ് ഇഷ്യൂ. ഗ്രാസിം ഇൻഡസ്ട്രീസ് കമ്പനി പുതിയ റെസിൻ മാനുഫാക്ചറിങ് അവരുടെ പുതിയ പ്ലാന്റിൽ നിന്ന് കമ്പനി കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു എന്നുള്ള ന്യൂസ്. റൈമണ്ട് റിയാലിറ്റി കമ്പനി ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവർ 25% വരെ ബുക്കിംഗ് ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അദാനി ടോട്ടൽ ഗ്യാസ് കമ്പനി ഇവർ ഫ്യൂവൽ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ ജിയോ ഭാരത് പെട്രോളിയം കമ്പനിയായിട്ട് പുതിയ ധാരണയായി. CDSL കമ്പനി നമ്മളുടെ CDSL NSTയിലാണ് നമ്മളുടെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്.
അവർ ഡേറ്റ അനലിസ്റ്റ് റിസർച്ച് ചെയ്യാനായിട്ട് IIM മുംബൈ ആയിട്ട് പുതിയ ജോയിൻറ്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടു. ലുപ്പിൻ ഫാർമ കമ്പനി അവരുടെ മെഡിസിനും പുതിയ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു എന്നുള്ള ന്യൂസ്. ബാലാജി അമിനീസ് കമ്പനി പുതിയ പ്ലാന്റിൻ്റെ അപ്രൂവൽ കമ്പനിക്ക് ലഭിച്ചു. സ്റ്റോക്കിൽ നിന്ന് 10%-ലേറെ റാലി രേഖപ്പെടുത്തി. ടാറ്റ മോട്ടോഴ്സിൻ്റെ സെയിൽസ് ഗ്രോത്ത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവർ പോസിറ്റീവായിട്ടാണ് നോക്കിക്കാണുന്നത് എന്നുള്ള ന്യൂസ്. സ്റ്റാർ ഹെൽത്ത് കമ്പനി മെഡി അസിസ്റ്റ് എന്ന് പറയുന്ന ഇൻഷുറൻസ് പ്രൊവൈഡറായിട്ട് ടൈപ്പായി. സ്നോമൻ ലോജിസ്റ്റിക് കമ്പനി ഇവരുടെ വെയർഹൗസ് കപ്പാസിറ്റി കമ്പനി എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ള ന്യൂസ്. സൂര്യരോഷിനി LED ബൾബ് നിർമ്മാതാക്കളാണ് 75 കോടി രൂപയുടെ ഓർഡർ കിട്ടിയത് ഉള്ളതാണ് ഇപ്പോൾ ഉള്ള നമ്മുടെ ന്യൂസ്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഈ ഒരു യുദ്ധം മാറി എന്നുള്ള ന്യൂസ് പോസിറ്റീവായിട്ട് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ റിയാക്ട് ചെയ്തു. അതുമാത്രമല്ല യുദ്ധം വന്നു എന്നുള്ള ന്യൂസ് അല്ലെങ്കിൽ യുദ്ധം ശക്തി പ്രാപിക്കുന്നു എന്നുള്ള ന്യൂസ് കാരണം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം അല്ലെങ്കിൽ യുദ്ധം എന്ന് പറയുന്ന ഒരു പുതിയ യുദ്ധം, പഴയ യുദ്ധം നമുക്ക് അവിടെ ഉണ്ട്. ഇപ്പോൾ ഉക്രൈൻ റഷ്യ വാർ സംബന്ധിച്ച് ഓരോ ദിവസവും വരുന്ന അപ്ഡേറ്റ് മാർക്കറ്റ് ഇപ്പോൾ നെഗ്ലക്റ്റ് ചെയ്ത് പോവുകയാണ് പതിവ്. അപ്പോൾ ഇതിപ്പോൾ നമുക്കറിയാം ഒരുപാട് കോംപ്ലിക്കേഷനുള്ള ഒരു 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമാണ്. അപ്പോൾ ഇതുകൊണ്ട് നിർത്തുകയാണെങ്കിൽ മാർക്കറ്റ് പോസിറ്റീവായിട്ട് തന്നെ നിലകൊള്ളും. അതല്ല ഇനിയും ഫർദറായിട്ട് ഇതേ പേരിൽ മാർക്കറ്റ് ഒരേ കാരണങ്ങൾ കൊണ്ട് മൾട്ടിപ്പിൾ ടൈം റിയാക്ട് ചെയ്യപ്പെടാറില്ല. പക്ഷേ അപ്പോഴാണ് ട്രംപ് പുതിയ താരിഫായിട്ട് വരവ്. കാരണം താരിഫ് മാർക്കറ്റിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ട് അല്ലെങ്കിൽ മാർക്കറ്റ് ഇത് ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ കൂടിയും കുറച്ച് മറന്ന ഒരവസ്ഥയിലാണുള്ളത്. അപ്പോൾ ട്രംപിൻ്റെ ഒരു പ്രസ്താവന താരിഫിൻ്റെ ഒരു വെയിറ്റേജ് യുദ്ധത്തിനേക്കാൾ കൂടുതലുണ്ടായേക്കാം. അപ്പോൾ ട്രംപിൻ്റെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അതാണ് വഴിയുള്ളൂ. നാളെ കാണാം. താങ്ക് യു ഓൾ.